ആളുകളുടെ വികലമായ ചിന്തകളെക്കുറിച്ച് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഒരാളുടെ ഡ്രസ്സ് ധാരണയെക്കുറിച്ചോ അതല്ലെങ്കിൽ അയാളുടെ അല്പം മുടി നീട്ടി വളർത്തിയതിനെക്കുറിച്ചോ അവർ സ്വയം വിലയിരുത്തൽ നടത്തുകയാണ്. അവനൊന്ന് മുടി നീട്ടി വളർത്തിയാൽ, അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്ത പോലെ, എൻ്റെ മുടി നിങ്ങൾ കണ്ടില്ലേ, ഞാൻ നീട്ടി വളർത്തിയത്, ഷേവ് ചെയ്തത്, ഇതൊക്കെ കാണുമ്പോൾ ആളുകൾ പറയാണ് അവനൊരു 9 ആണെന്ന്. 9 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ. അതായത് ഒരാളെ വിലയിരുത്തുന്നത് അങ്ങനെയാണോ? അയാൾക്ക് എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും ഇല്ലേ? അയാൾക്ക് മുടി നീട്ടി വളർത്താം, ക്ലീൻ ഷേവ് ചെയ്യാം, മാന്യമായിട്ട് ഡ്രസ്സ് ധരിക്കാം, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ നടക്കാം, ഇരിക്കാം. പക്ഷെ ആളുകൾ അവരുടെ വികലമായ ചിന്തകളിലൂടെ അവരങ്ങനെ നെയ്ത് കൂട്ടുകയാണ്. അത് മുഖത്ത് നോക്കി പറയും, ഇപ്പം കണ്ട ഒരു 9 പോലെ ഉണ്ടല്ലോ. അതായത് ഒരു മനുഷ്യനെ തിരിച്ചറിയുന്നതോ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ വിലയിരുത്തുന്നതോ അയാളുടെ ഡ്രസ്സിലൂടെയോ അയാളുടെ മുടിയിലൂടെയാണോ? എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. ഈ 9 എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട ആളുകളൊന്നുമല്ല, അല്ലെങ്കിൽ ആണും പെണ്ണും കെട്ട എന്നൊക്കെ പലരും പുച്ഛിക്കുന്ന അവരും മനുഷ്യരാണ്. പ്രകൃതിയുടെ ചില വികൃതികൾ അത്രയേ ഉള്ളൂ. പക്ഷെ അതുപോലും മനസ്സിലാക്കാതെ മറ്റുള്ളവരെ താരതമ്യം ചെയ്യുക എത്ര മോശപ്പെട്ട കാര്യമാണല്ലേ. നമുക്ക് മുടി നീട്ടി വളർത്താം, മാന്യമായ ഡ്രസ്സ് ധരിക്കാം, പക്ഷെ ആളുകളുടെ കണ്ണിൽ ഇപ്പോൾ 9 പോലെ ഉണ്ടല്ലോ, കണ്ടാൽ തന്നെ പറയും 9 പോലെ ഉണ്ടല്ലോ. അപ്പം നമുക്കത് കേൾക്കുമ്പോഴേ ഒരുതരം പുച്ഛമാണ് തോന്നുന്നത്. അവരുടെ ആ വികലമായ മനസ്സിൻ്റെ ഒരു വിലയിരുത്തൽ മാത്രമാണെന്ന് നമ്മൾ ചിന്തിക്കും. നമ്മളൊരു മനുഷ്യനെ വിലയിരുത്തുന്നത് അവൻ്റെ സ്വഭാവത്തിലൂടെയും അവൻ്റെ പ്രവൃത്തിയിലൂടെയും അവൻ ചെയ്ത കാര്യങ്ങളിലൂടെയും മാത്രമാണ്. അതല്ലാതെ അവൻ്റെ വസ്ത്രധാരണത്തിലോ അവൻ്റെ ഒരല്പം മുടി നീട്ടി വളർത്തിയതിലോ അല്ലെങ്കിൽ അവനൊന്ന് ക്ലീൻ ഷേവ് ചെയ്തതിലോ അല്ല നമ്മളൊരു വ്യക്തിയെ തിരിച്ചറിയേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ അവരെയും റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് വേദന, നമ്മൾ സംസാരത്തിലോ വാക്കിലോ പ്രവൃത്തിയിലോ അവർക്ക് വേദന തോന്നുന്ന രീതിയിലല്ല നമ്മൾ അവരോട് സംസാരിക്കേണ്ടത്. വളരെ മാന്യമായിട്ടും വിനയത്തോടെയും നമ്മൾ കാരണം മറ്റൊരാളെ ബുദ്ധിമുട്ടരുത്, വേദനിക്കരുത് എന്ന് കരുതിയാവണം നമ്മൾ അവരോട് പെരുമാറേണ്ടത്. ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം. ഞാൻ നിങ്ങളുടെ ഷംസുദ്ദീൻ തോപ്പൻ.